ദാണ്ട അടുത്ത കുരിശ് വരുന്നു. ആഹാ, ഇവിടെ നിങ്ങളോ? അത് ഞങ്ങൾ ജസ്റ്റ് ഔട്ടിങ്ങിനൊക്കെ ഇറങ്ങിയതാ. ഷോപ്പിങ്ങും ബീച്ചും അങ്ങനെ. ഓ അങ്ങനെ. അല്ല, ഇന്നെന്താ ഇവരോട് ചെയ്യുന്നേ? ഇവരെ അറിയോ? പിന്നെ അറിയോന്നു? ഞങ്ങളെല്ലാം ഒരേ നാട്ടുകാരല്ലേ, ഞങ്ങൾ പരസ്പരം നന്നായിട്ട് ക്ലോസ് ആണ് അല്ലേ ബേബി? ആ അതെ, ക്ലോസ് ആണ് ബേബി. യുനോ താൻ ആരെയാ ബേബി എന്ന് വിളിച്ചേ? ജോനാണോ? ഹേ നോ, ഷീസ് മൈ സിസ്റ്റർ. ഞാൻ വിളിച്ചത് ജോയലിനെയാ അല്ലേ ബേബി? ജോയലിനെയോ? വാട്ട് ദ ഫക്ക്? അതെന്താ അങ്ങനെ? അതെന്താന്ന് വെച്ചാ ഇന്നുമായിട്ട് പണ്ട് പോലെ ഇച്ചയുടെ ചെറിയൊരു നോട്ടമൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാ അങ്ങനെ വിളിക്കുന്നത്. ഓ, അപ്പൊ പറഞ്ഞു വന്ന ഇവനാണ് എൻ്റെ എനിമി. നമുക്ക് നോക്കാം. ഓഹോ, അത് ശരി. ഇങ്ങേരെന്താ വല്ല അന്യന്റെ കുഞ്ഞോ മറ്റോ ആണോ? നിമിഷ നേരം കൊണ്ട് എക്സ്പ്രഷൻ മാറുന്നത്. സാർ, അധിക നേരം ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പാടില്ല. ഫാൻസ് ആരാലും കണ്ടു കഴിഞ്ഞാൽ ആ കലങ്കോലാവും. അതുകൊണ്ട് സാറ് പോവാൻ നോക്ക്. ഓ, എന്നെ പറഞ്ഞുവിടാൻ എന്താ ധൃതി. ജോന, പിന്നെ ഗിഫ്റ്റ് വാങ്ങാൻ ഇറങ്ങിയതാ? അല്ല, ഞാനെന്തിനാ വീണ്ടും ഗിഫ്റ്റ് വാങ്ങുന്നേ? ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിന് ഇറങ്ങിയപ്പോ അതിന്റെ കൂട്ടത്തിൽ ഷോപ്പിംഗ് ചെയ്യാനും കൂടെ കയറിയെന്നേ ഉള്ളൂ. അത് ശരി. ഫാൻ മീറ്റിങ്ങിന് വന്നപ്പോ ജിമിന് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കൊടുത്തു. ഇപ്പോ അതിലേറെ പ്രധാനപ്പെട്ട കാര്യം വന്നപ്പോ ജിമിന് ഗിഫ്റ്റ് ഒന്നും വാങ്ങുന്നില്ലേ ജോന? അതിലേറെ പ്രധാനപ്പെട്ട കാര്യോ? അതെന്താ? ആഹാ, അപ്പൊ താൻ മറന്നോ? ഇന്ന് ഒക്ടോബർ 11. ഒക്ടോബർ 13 എന്താ പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം ജോനയ്ക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒക്ടോബർ 13? അയ്യോ, ജിമിന്റെ ബർത്ത്ഡേ. അയ്യോ, ജിമിന്റെ ബർത്ത്ഡേ അല്ലേ? ഇവിടെ വന്നതൊക്കെ ഞാൻ ഡേറ്റ് പോലും ശ്രദ്ധിക്കുന്നില്ല. അയ്യോ. താൻ പാനിക് ആവൊന്നും വേണ്ട. മറവിയൊക്കെ സർവ്വസാധാരണ കാര്യമാണ്. പിന്നെ ഇതാണ് ഇൻവിറ്റേഷൻ കാർഡ്. അവന്റെ ബർത്ത്ഡേക്കുള്ളതാ. അപ്പം കുറച്ച് സെലിബ്രിറ്റീസിനെ മാത്രമേ വിളിക്കുന്നുണ്ടായിരുന്നുള്ളൂ. നിങ്ങളും ഇപ്പം വന്നു, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. അല്ല, സെലിബ്രിറ്റീസ് മാത്രമേ വരുന്നുള്ളെങ്കിൽ ഞങ്ങള് വന്നാ പിന്നെ അതെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കില്ലേ? ഗുഡ് ക്വസ്റ്റ്യൻ. അവന് സെലിബ്രിറ്റി ഫ്രണ്ട്സ് മാത്രമല്ല, നോർമൽ ആയിട്ടുള്ള ഫ്രണ്ട്സും ഉണ്ട്. പിന്നെ നിങ്ങൾ വന്നാൽ അവന് ഒരുപാട് സന്തോഷം. അതെനിക്ക് ഉറപ്പുള്ള കാര്യം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. അതെന്താ ഞങ്ങൾ വന്ന ഇത്ര സന്തോഷം? സോറി, എനിക്കങ്ങനെ എല്ലാം ഒന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവുമായിരിക്കാം. അപ്പോൾ എന്തായാലും നാളെ വരാൻ മറക്കണ്ട. സോറി, മറ്റന്നാ. അപ്പൊ ഷെയർ ചെയ്യുന്ന എന്താ നിന്റെ മുഖം വല്ലാണ്ടായല്ലോ. എന്നാലും എനിക്ക് എങ്ങനെയാ ജിമിന്റെ ബർത്ത്ഡേ മറക്കാൻ പറ്റിയത്? എന്റെ പൊന്നു ജുവാനെ, മറവിയൊക്കെ സർവ്വസാധാരണയുള്ള കാര്യ. നീ അത് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. ജോണി, നീ എന്തൊരു ഇരിപ്പായിരിക്കുന്നേ? നീ ഒരുങ്ങുന്നൊന്നുമില്ലേ? ഞങ്ങൾ വരെ ഒരുങ്ങി കഴിഞ്ഞു, എന്നിട്ട് മെയിൻ താരയെ നീ എവിടെ ഇങ്ങനെ ഇരിക്കുക? അയ്യേ, അത് വേറൊന്നും അല്ല ചേച്ചി. എനിക്ക് ഏതിടണമെന്ന് ഭയങ്കര കൺഫ്യൂഷൻ. ഇന്ന് ഏത് ഡ്രസ്സിട്ട് നോക്കിയിട്ടും എനിക്ക് ചേരാത്ത പോലെ അങ്ങ് തോന്നുവാ. ഞാൻ റെഡി. അല്ല ജോണി, നീ എന്തെങ്കിലും ഉറങ്ങി എണീറ്റ് ഇവിടെ ഇരിക്കുന്നേ? നീ വരുന്നില്ലേ? അവക്ക് ഇന്ന് ഏത് ഡ്രസ്സിലാണെന്ന് അറിയത്തില്ലെന്ന്. ഏതിട്ട് നോക്കിയാലും ചേരാത്ത പോലെ തോന്നുവാണെന്ന്. നീ ഓരോന്നോരം നിട്ടോണ്ട് വാ, ഞങ്ങൾ പറയാം നിനക്ക് ഏതാ ചേരുന്നേന്നൊക്കെ. ഞാൻ റെഡിയായി, നമുക്ക് ഇറങ്ങിയാലോ? അല്ല, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? നീ ഒരുങ്ങുന്നൊന്നുമില്ല, നീ വരുന്നില്ലേ? നീ വരാൻ ഞങ്ങൾ അടച്ചു നിന്ന് കാണിക്കാനാ? ഇച്ഛായ, ഞാൻ വരാതിരിക്കുന്ന ഇച്ഛന് തോന്നുന്നുണ്ടോ? ഇതല്ല, എനിക്ക് ഏത് ഡ്രസ് ഇട്ടിട്ടും ഒരു സംതൃപ്തി തോന്നുന്നില്ല. ഞാനേ ഓരോ ഡ്രസ് ഇട്ടുകൊണ്ട് വരാം. എന്നിട്ട് നിങ്ങൾ എങ്ങനെയുണ്ട്, എനിക്ക് ചേരുവോ ചേരത്തില്ല എന്നൊക്കെ നിങ്ങൾ പറ. അപ്പൊ ഞാൻ വരാം. ഓ, ഈ പെണ്ണിനെ കൊണ്ട് തോറ്റ്. എന്നാ പിന്നെ അങ്ങനെയെങ്കിൽ അങ്ങനെ വേഗം പോയിട്ട് വാ. ഇതെങ്ങനെയുണ്ട്? ആഹാ, നീ നിന്റെ ഇച്ഛന്റെ പെങ്ങള് തന്നെ ഓവർ സൈസ് ഇട്ടുകൊണ്ട് വന്നേക്കുന്ന. ഓ, എന്റെ പൊന്നു കഴുതേ, ഇവളെന്നെ പറയിപ്പിക്കും. എന്റെ പൊന്നു കുഞ്ഞിനെ വേറെ നല്ല വില ഇട്ടുകൊണ്ട് വാ. ചെറുകൊതിക്കിരിക്കുന്ന പോലെയുണ്ട്. പോരാ, മാറ്റി. ഇത് നോക്കിയേ, ഇതെനിക്ക് ചേരുന്നില്ലേ? ഇത് ഓക്കെ അല്ലേ? പറ. കൊള്ളാം, പക്ഷേ ഒരുമാതിരി പ്രായക്കുറവ് തോന്നിക്കുന്ന പോലെ, ഒരുമാതിരി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെ പോലെ തോന്നുകയാടി. നീ വേറെ ഇട്. ഇത് ലാസ്റ്റ് ആട്ടോ. ഇനി ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ
ഫൈനലി ആ ഇതുപോലാടി ഫിക്സ്. ആ ഇത് നന്നായിട്ടുണ്ട്. എന്റെ പൊന്നു, എന്തുവായത്? ഇതിനും വേണം കുറച്ച് ഭാഗ്യമൊക്കെ. അത് തന്നെ, എല്ലാം ഭയങ്കര ലക്ഷറി ആയിട്ടാ ചെയ്തേക്കുന്നത്. ഈ നോക്കി, മിക്ക സെലിബ്രിറ്റീസ് ഇവിടെ തന്നെ ഉണ്ട്. അയ്യോ, ഇവിടെ കാണുന്നില്ലല്ലോ. സാധാരണ പ്രത്യക്ഷപ്പെടേണ്ടതാ. ആ ഹലോ, നിങ്ങൾ എത്തിയോ? ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഓ, ഈ കുരിശ് ഇവിടെ ഉണ്ടായിരുന്നു. ഇനി നിന്റെ വായിരിക്കുന്നൊക്കെ കേട്ടോണ്ടിരിക്കണല്ലോ. ആ ഹാ ഹാ, അതെ അതെ. ആ, നിങ്ങൾ എത്തിയോ? അല്ല, എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? എല്ലാരും വായോ? ജീവന, many more happy returns of the day. താങ്ക് യു സോ മച്ച് ശിവാന. പിന്നെ തനിക്ക് ഈ ഡ്രസ് നന്നായി ചേരുന്നുണ്ട്. Thank you. Many more happy returns of the day. Happy birthday, Jimin. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച്. നിങ്ങൾ വരുന്നെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയമായ സ്വാഗതം. പിന്നെ നിങ്ങൾ ഈ എൻജോയ് ചെയ്യുന്ന വേളയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു സന്തോഷം കൂടെ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാറുണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. ബാക്കി ഞാൻ പറയട്ടെ. ജിമിന്റെ അച്ഛനും അമ്മയെന്ന നിലയിൽ ഞങ്ങൾക്കൊരു കാര്യം നിങ്ങളെ അറിയിക്കാനുണ്ട്. അതിനു മുമ്പ് എനിക്ക് ഒരാളെ സ്റ്റേജിലേക്ക് വിളിക്കണം. ലിസ മോളെ, ഇതാണ് ലിസ, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടിന്റെ മകളാണ്. ഈ കാണുന്ന ലിസയും എന്റെ മകനുമായിട്ടുള്ള മാരേജ് ഞങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ സന്തോഷം. ഇതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിച്ച ഒരേ ഒരു കാര്യം. മാരേജോ? മമ്മ, നിങ്ങൾ എന്തൊക്കെ? ജിമിൻ, നമുക്ക് ഈ കാര്യം പിന്നീട് വിശദമായിട്ട് സംസാരിക്കാം. ഇപ്പൊ നീ മിണ്ടാതിരിക്കെ. ജിമിന്റെ കല്യാണോ? ചേച്ചി, ഞാൻ കേൾക്കുന്നത് സത്യമാണോ? ജിമിന്റെ കല്യാണമാണോ? അപ്പോ ഞാനത് ചെയ്യാ? ഞാനത് ചെയ്യണ്ടേ? മോളെ നോക്ക്, ഇച്ചേനെ നോക്ക്, കരയല്ലേ. എന്നെ മോളെ കരഞ്ഞ ഇച്ചേന്റെ സങ്കടാവും. മോളെ കരയല്ലേടാ. നമുക്ക് ഇവിടുന്ന് പോവാം. എനിക്കിതൊന്നും കാണാൻ കേൾക്കാൻ വയ്യാത്തോണ്ട് പ്ലീസ്. നീ ഇങ്ങനെ കരയല്ലേ മോളെ, നമുക്ക് സമാധാനം ഉണ്ടാക്കാടി. വേണ്ട, എനിക്കിനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട. എനിക്കിനി ഇവിടെ നിൽക്കണ്ട. ആ, നമുക്ക് പോവാം. നീ കരയാതെ. ദിയ, ഇവിടെ കൊണ്ടുപോ. ജോ. ഓ,
താനപ്പോ ഇത് കേൾപ്പിക്കാനല്ലേ ഞങ്ങളുടെ ഭരണം ഞങ്ങൾ വന്നേ പറ്റൂ, ഞങ്ങൾ ഭരണമാണ് ജിമ്മിന്റെ ആഗ്രഹം എന്നൊക്കെ പറയിച്ചത്? എൻ്റെ പെങ്ങളിങ്ങനെ സങ്കടപ്പെടുത്താൻ വേണ്ടിയാണോ? ഒരു വാക്കു ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ വരില്ലായിരുന്നല്ലോ. ഇങ്ങനെ വിളിച്ച് സങ്കടപ്പെടുത്താനായിരുന്നെങ്കിൽ ഇനി ഞങ്ങളൊരു നിമിഷം പോലും ഇവിടെ നിൽക്കുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. ജോ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ. നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ. ഈ കാര്യം ഞാനോ അവനോ ഒന്നും അറിയാൻ പറയുന്ന ഒരു കോപ്പും എനിക്കിത് കേൾക്കണ്ട. തന്നെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. അതെനിക്ക് മനസ്സിലായ കാര്യം തന്നെ. ഒരു നിമിഷം പോലും ഞങ്ങൾ ഇനി ഇവിടെ നിന്നല്ല, ഈ രാജ്യത്ത് ഞങ്ങൾ ഇനി നിൽക്കില്ല. ഹോബി, അവരെവിടെ? അവരെങ്ങോട്ട് പോയി? എനിക്ക് ജുവാനെ കാണണം. അവര് പോയടാ. ജുവാന കുറെ കറിഞ്ഞപ്പോ അവളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ ജോയൽ എന്നോട് പറഞ്ഞു അവനിനി ഒരു നിമിഷം പോലും ഈ രാജ്യത്ത് നിൽക്കില്ല എന്ന്, അവർ പോവാന്ന്. പിന്നെ ജോയൽ ഒരു കാര്യം കൂടെ പറഞ്ഞു, നിന്നെ എന്നെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. ഞാൻ എന്ത് ചെയ്തിട്ടാടാ? അപ്പോ അവര് പോയല്ലേ? എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ? ഞാൻ എന്താഗ്രഹിച്ചാലും അതെന്റെ കൈവിട്ട് ദൂരേക്ക് പോകുന്നത് എന്തുകൊണ്ടാ? നീ പറഞ്ഞ നിന്റെ അമ്മയപ്പയും കേൾക്കില്ലേ? നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരിക്കും ഇത്. ഈ ഒരു കാര്യം ഇനി ആരൊക്കെ എതിർത്താലും വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല. ഇത്രയും നാളും അവരിഷ്ടത്തിന് ഞാൻ ജീവിച്ചത്. ഇതില്ല. നമുക്ക് ഭാഗ്യമുണ്ട്. ഒരു അരമണിക്കൂറുടെ കഴിഞ്ഞാൽ നാട്ടിലേക്കൊരു ഫ്ലൈറ്റ് ഉണ്ട്. ഇപ്പൊ ഇറങ്ങിയാൽ നമുക്കത് കിട്ടും. കഴിഞ്ഞു. പക്ഷേ ജോന, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ റെഡിയാ. ഞാൻ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമുക്ക് ഇറങ്ങാം. ജുവ, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. നീ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറുമ്പം ഇവിടെ നടന്ന കാര്യങ്ങൾ ഇവിടെ വിട്ടിട്ട് വേണം വരാൻ. അത് ആലോചിച്ചുകൊണ്ട് നിൽക്കരുത്. ഒരിക്കലും ചായ, ഞാൻ ഇവിടെ നടന്നൊക്കെ ഒരു സ്വപ്നമാണെന്ന് ഞാൻ കരുതുന്നുള്ളൂ. അതിനപ്പുറം ഒന്നുമില്ല. മമ്മ, പപ്പ, നിങ്ങൾ എന്തുദ്ദേശത്തിലാ എൻ്റെ കാര്യം അവിടെ അനൗൺസ്മെന്റ് ചെയ്തത്? നിങ്ങൾ എന്നോട് ഒരു വാക്ക് നിങ്ങൾ ചോദിച്ചോ? സാധാരണ നീ ഞങ്ങളുടെ അഭിപ്രായത്തിനൊന്നും എതിര് നിൽക്കാറില്ലല്ലോ. അതാ പിന്നെ ഞങ്ങള്. അതുപോലെയാണോ ഒരു കല്യാണക്കാരൻ തീരുമാനിക്കുന്നത്? ഞാനാണ് കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്നത്, അല്ലാതെ നിങ്ങളല്ല. കല്യാണം കഴിക്കുന്ന ആളുടെ സമ്മതം ഇല്ലാതെ ഒരു കല്യാണം നടത്തി കഴിഞ്ഞാൽ ആ ജീവിതം എങ്ങനെയാവുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? മോനെ, നിന്റെ നല്ലതിന് വേണ്ടിയാ ഞങ്ങൾ അങ്ങനെ ചെയ്തത്. നിനക്ക് അവളെ ഇഷ്ടപ്പെടുന്നു വിചാരിച്ചു. പക്ഷേ നിനക്കിഷ്ടമില്ലെങ്കിൽ വേണ്ട. ഒരിക്കലും ഞങ്ങൾ നിന്നെ നിർബന്ധിക്കില്ല. അതോർത്ത് നീ വിഷമിക്കേണ്ട. അതോ നിനക്കാരെങ്കിലും ഇഷ്ടമുള്ളതുകൊണ്ടാണോ? ആണെങ്കിലും ഒരു കുഴപ്പമില്ല. നിനക്ക് അവളെ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ലേ നിനക്കിഷ്ടം തോന്നിയത്. ആരായാലും ഞങ്ങൾക്ക് സമ്മതം. ഞങ്ങൾ നടത്തി തരാം നിനക്ക്. സത്യമ്മ, എനിക്കൊരു കുട്ടിയെ ഒരുപാട് ഇഷ്ടം. ഈ വാർത്ത അറിഞ്ഞപ്പോൾ അവൾ ഇവിടുന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയത്. അവള് നമ്മുടെ നാട്ടുകാരിയല്ല, ഇന്ത്യക്കാരിയാണ്. അതും ഒരു മലയാളി. എനിക്ക് അവളെ വേണമോ? പ്ലീസ്. നീ എന്താ ഞങ്ങളെ പറ്റി വിചാരിച്ചേ? എല്ലാ കഥകളെയും പോലെ വില്ലനും വില്ലത്തെ അച്ഛനും അമ്മയാണ് ഞങ്ങൾ. ഒരിക്കലും അല്ല. ഇത്രയും നാളും നീ ഞങ്ങളുടെ ഇഷ്ടത്തിനല്ലേ ജീവിച്ചേ. ഈ ഒരു കാര്യത്തിന് മാത്രം നിന്റെ ഇഷ്ടത്തെ ഞങ്ങൾ വിട്ടുതരാം. അത് ഏത് പെണ്ണായാലും നീ കൺവിൻസ് ചെയ്ത് അവളെ വിളിച്ചോണ്ടുവാ. അതന്നെ, ഞങ്ങൾ ലവ് മാരേജിലാണ്. പിന്നെ എന്തിനാടാ ഞാൻ നിങ്ങളെ എതിർക്കുന്നത്? താങ്ക് യു അമ്മ, താങ്ക് യു പപ്പ, യു ആർ ദ ബെസ്റ്റ്. എൻ്റെ ഫീലിങ്സിനെ വില നൽകിയതിന് താങ്ക് യു. രാജീവനെ ഒരു പ്രശ്നമുണ്ട്. അവര് കുറേന്ന് പോയി. ഇനി അവരെ കാണണമെങ്കിൽ ഇന്ത്യയിൽ ചെല്ലാതെ വേറെ വഴിയില്ല. ഒരു ഭാഗം ക്ലിയർ ആക്കിയപ്പോൾ അടുത്ത ഭാഗം ഇങ്ങനെയായി. നമുക്ക് എത്രയും പെട്ടെന്ന് ഇന്ത്യയിലേക്ക് പോകാം. വാ. എടാ, അതത്ര ഈസി അല്ല. നമ്മൾ ഒരുപാട് പരിപാടികൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ കമ്പനി പറഞ്ഞിരിക്കുന്നത് ഡിസ്ബാൻഡ് ആകുന്നവരെ നമുക്ക് ഡേറ്റിംഗ് പാടില്ലെന്നാണ്. എടാ ഹോബി, ഡിസ്ബാൻഡ് ആവാൻ ഇനി 1 ഇയർ ഉണ്ട്. അതുവരെ ഞാൻ സഹിച്ചിവിടെ നിൽക്കണം. കാരണം നമ്മൾ ഇവിടുത്തെ എല്ലാം ഒന്നും ഒരു ഒതുക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ സമാധാനത്തോടെ നിൽക്കാമല്ലോ.
താനും കണക്കാം അയാളും കണക്കാം. തന്നെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. പക്ഷേ അങ്ങനെയൊന്നും അയാളോട് പറയണ്ടായിരുന്നു. അയാളൊന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അന്നേരം പെട്ടെന്ന് അനൗൺസ്മെന്റ് ചെയ്തതല്ലേ. ഓ, പക്ഷേ ജിമി അവനെല്ലാം അറിഞ്ഞോണ്ടായിരിക്കും. അതോ ഇനി അവനൊന്നും അറിയില്ലേ? ഓ, ആലോചിച്ചിട്ട് ആകെ ഭ്രാന്ത് പിടിക്കുന്നു. അവിടെ വെച്ച് പെട്ടെന്ന് അനൗൺസ്മെന്റ് ചെയ്താണെങ്കിൽ ജിമ്മിൻ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. എല്ലാത്തിനും പെറുക്കിയെടുത്ത് ഫ്ലൈറ്റും കയറി ഒരു ദിവസം അവിടെ നിന്നിട്ട് വന്നാൽ മതിയായിരുന്നു. ഷോ, അങ്ങനെ ആയിരുന്നെങ്കിൽ അവർ വന്നിട്ട് കൺവിൻസ് എങ്കിലും ചെയ്തെടുത്തേനെ. ഇനി ഞാൻ എങ്ങനെ ശരിയാക്കുമല്ലോ? ചിലപ്പോൾ അവർ തിരക്ക് ഇന്ത്യയിലേക്ക് വരുമായിരിക്കും അല്ലേ. വന്നാൽ മതിയായിരുന്നു.